നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുനേർകുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ രണ്ടാമത് മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രന് വ്യവസായ മന്ത്രി പി രാജീവ് സമ്മാനിച്ചു. എല്ലാ കാലത്തും നിലനിൽക്കുന്നവരാണ് സാഹിത്യകാരന്മാരെന്ന് മന്ത്രി പി രാജീവ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. മഴയിലും കാറ്റിലും നാശനഷ്ടങ്ങൾ. പുനേർകുളം പരൂരിൽ ഓടുവീട് തകർന്നു വീണു. മഴയിൽ ഏനാമക്കൽ നെഹ്റു പാർക്കിന് മുന്നിലെ റോഡ് ചെളിക്കുളമായി. തൊഴിയൂർ ഭദ്രാസന ഇടവക ദേവാലയ ശ്മശാനത്തിന് സമീപം റോഡരികിൽ നിന്നിരുന്ന മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. കടപ്പുറം പഞ്ചായത്തിലെ 2ാം വാർഡിലെ റോഡുകൾ തോടാക്കിയത് മെമ്പറുടെ അനാസ്ഥയെന്ന് ആരോപിച്ച് BJP പ്രതിഷേധം. വാർത്തകൾ വിശദമായി. ഭരണ സംവിധാനത്തെ സ്വാധീനിക്കുന്നതാണ് കഥകളെന്നും എല്ലാ കാലത്തും നിലനിൽക്കുന്നവരാണ് സാഹിത്യകാരന്മാരെന്നും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. പുനേർകുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ രണ്ടാമത് മാധവിക്കുട്ടി പുരസ്കാര സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാം ജീവിക്കുന്നത് ജനാധിപത്യത്തിലാണെന്നാണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ ജനാധിപത്യം ഒരു ആചാരമായി മാറുമെന്ന് കഥകളെ ഉദ്ധരിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. നെക്സസിൽ പറയുന്ന ഒരു ഭാഗം കഥകൾ വഴിയാണ് നമ്മൾ ഭരണ സംവിധാനത്തെ ആധിപത്യത്തേക്ക് നിർത്തിക്കൊണ്ടുപോകും. പുതിയ പുതിയ കഥകൾ വന്നുകൊണ്ടിരിക്കും. കുറെ കഴിയുമ്പോൾ നമുക്ക് കഥയാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തും. നാം ജീവിക്കുന്നത് ജനാധിപത്യത്തിലാണെന്നാണ് ഇപ്പോൾ എല്ലാവരും കരുതുന്നത്. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ജനാധിപത്യം വലിയൊരു ആചാരമായി മാറും. നാം വോട്ട് ചെയ്യുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എല്ലാം തന്നെ തീരുമാനിക്കപ്പെടുന്ന ഒരു കാലമായി അതൊക്കെ മാറുന്നു എന്ന് കരാരി സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഈ കഥകൾ ഓരോ കാലത്തും എങ്ങനെ നിർമ്മിക്കുന്നു, ഓരോ രൂപത്തിൽ എങ്ങനെയാണ് കഥകൾ വരുന്നത്, ഇവരെല്ലാം കഥകളിലൂടെ എഴുത്തിലൂടെ കഥകളുടെ പ്രാധാന്യം സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ അന്ന് വായിച്ചപ്പോൾ സാന്ദർഭികമായിട്ട് ആത്രേയകത്തിൽ ഇത് പറയുന്നത് കഥകളാണ് ഈ ഭരണ സംവിധാനത്തെ നിലനിർത്തുന്നത്. സാമൂഹ്യ പ്രസിഡന്റ് അറക്കൽ ഉമ്മർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കുന്നത്തൂർ PM പാലസിൽ നടത്തിയ പരിപാടിയിൽ സുഭാഷ് ചന്ദ്രൻ മന്ത്രിയിൽ നിന്നും മാധവിക്കുട്ടി പുരസ്കാരം ഏറ്റുവാങ്ങി. വായിക്കാത്തവരുടെ മനസ്സിൽ മാധവിക്കുട്ടി ആസക്തിയുടെയും ഉന്മാദത്തിന്റെയും എഴുത്തുകാരിയാണ്. എന്നാൽ വായിക്കുന്നവരുടെ മനസ്സിൽ ഇത്തരമൊരു ചിന്ത ഉണ്ടാകില്ലെന്ന് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നടത്തിയ ചെറുകഥാ മത്സരത്തിലൂടെ രംഗപ്രവേശനം ചെയ്ത സുഭാഷ് ചന്ദ്രൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് സബ് എഡിറ്റർ കൂടിയാണ്. കേരള സാഹിത്യ അക്കാദമി 2 തവണ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ സമിതി ജനറൽ കൺവീനർ KB സുകുമാരൻ ആമുഖ പ്രഭാഷണം നടത്തി. അമേരിക്കൻ എഴുത്തുകാരൻ അബ്ദുൾ പുന്നീർകുളത്തെയും മുഹമ്മദ് ജിഷാർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. സാഹിത്യ നിരൂപകനും മടപ്പള്ളി കോളേജ് പ്രൊഫസറും കൂടിയായ KV സജയ് മുഖ്യപ്രഭാഷണം നടത്തി. ഗിരീശൻ ഭട്ടതിരിപ്പാട്, സാജൻ കുമാർ, ബൈജു കുമാർ എന്നിവരുടെ ചിത്ര പ്രദർശനത്തോടെയാണ് വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണ ചടങ്ങും ആരംഭിച്ചത്. സാഹിത്യ സമിതി സെക്രട്ടറി രാജേഷ് കടാമ്പുള്ളി സ്വാഗതവും ട്രഷറർ ഷാജൻ വാഴപ്പുള്ളി നന്ദിയും പറഞ്ഞു. പുന്നീർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ ചെയർമാൻ P ഗോപാലൻ, സ്മരണ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബാഹുലയൻ താമരശ്ശേരി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. എങ്കിലും എന്തുകൊണ്ട് അതിനൊന്നും സാധിച്ചില്ല. ആകെ ഞാൻ കണ്ടത് എറണാകുളത്തെ ജി ശങ്കരക്കുറുപ്പ് ഓഡിറ്റോറിയത്തിൽ 1995 അവർ ഒരു പരിപാടിക്ക് വന്നപ്പോൾ കാണികളിൽ ഒരാളായിട്ട് ഏറ്റവും പിന്നിൽ നിന്നുകൊണ്ട് ഇവിടെ തിരക്ക് അവരെ കാണാനുള്ള തിരക്കുകൊണ്ട് എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അപ്പോൾ ഏറ്റവും പിന്നിൽ നിന്നുകൊണ്ട് അവരുടെ ദൂരക്കാഴ്ചയായിട്ട് കണ്ടതാണ്. അന്ന് അവർ പർദ്ദയിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നില്ല. ഒരു കറുത്ത സാരി പക്ഷെ എടുത്തിരുന്നു. സാരി കൊടുത്ത ഒരു വെള്ളച്ചാട്ടം പോലെ അവർ വേദിയിലിരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ട് ദൂരെ നിന്ന് കണ്ട് അവരുടെ സംസാരം കേട്ട് മടങ്ങിപ്പോകാനേ എനിക്ക് സാധിച്ചത്. മാധവിക്കുട്ടി പക്ഷേ ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ലെങ്കിലും, നേരിട്ട് സംസാരിച്ചിട്ടില്ലെങ്കിലും മാധവിക്കുട്ടി നിങ്ങളുടെ ഓരോരുത്തരോടും എന്ന പോലെ എന്നോടും ധാരാളമായി സംസാരിച്ചിട്ടുള്ള എഴുത്തുകാരിയാണ്. അവരുടെ കഥകൾ, കവിതകൾ, നോവലുകൾ അതെല്ലാം വായിക്കുമ്പോൾ
സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ്. കേരള തീരത്ത് കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നാണ് നിർദ്ദേശം. തിങ്കളാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ അലർട്ടും മറ്റെല്ലാ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കനത്ത മഴ മുന്നറിയിപ്പിനെ തുടർന്ന് തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. ശക്തമായ മഴ തുടരുന്നതിനാലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നതിനാലും മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾ, അംഗൻവാടികൾ, നഴ്സറികൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചത്. അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. ശക്തമായ കാറ്റിലും മഴയിലും പുന്നേർകുളം പരൂരിൽ ഓടുവീട് തകർന്നു വീണു. തോട്ടുപുറത്ത് പരേതനായ അപ്പുണ്ണി ഭാര്യ തങ്കമണിയുടെ ഓടിട്ട വീടാണ് തകർന്നു വീണത്. വീടിന്റെ അപകടാവസ്ഥ മനസ്സിലാക്കി വീട്ടുകാർ നേരത്തെ താമസം ബന്ധുവീടുകളിലേക്ക് മാറ്റിയതിനാൽ അപകടം ഒഴിവായി. കിടപ്പുമുറിയും അടുക്കളയും ഉൾപ്പെടുന്ന വീടിന്റെ ഭാഗം പൂർണ്ണമായും തകർന്നു വീണു. വീടിന് ചോർച്ച ഉണ്ടായിരുന്നതിനാൽ ഓടിന് മുകളിൽ ടാർപോളിൻ ഷീറ്റ് വിരിച്ചാണ് കുടുംബം താമസിച്ചിരുന്നത്. ഇതിന്റെ വിടവിലൂടെ മഴവെള്ളം ചോർന്നതിനാൽ ചുമരുകൾ കുതിർന്നു നിൽക്കുന്ന അവസ്ഥയായിരുന്നു. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടും ഫണ്ട് പാസ്സാകാത്തതിനാൽ വീട് പുതുക്കി പണിയാൻ കഴിഞ്ഞിരുന്നില്ല. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ സ്ഥലം മാറിപ്പോയതും കേസ്മാർട്ട് സംവിധാനം വന്നതുമാണ് ഫണ്ട് ലഭ്യമാകാൻ താമസിക്കുന്നത് എന്നാണ് പഞ്ചായത്ത് അധികൃതരിൽ നിന്ന് ലഭിച്ച വിവരം. പുന്നേർകുളം പഞ്ചായത്ത്, വില്ലേജ് എന്നിവിടങ്ങളിൽ പരാതി നൽകിയതായി വീട്ടുകാർ പറഞ്ഞു. ഏനാമാക്കൽ നെഹ്റു പാർക്കിന് മുന്നിലെ റോഡ് ചെളിക്കുളമായി. ടിപ്പർ ലോറിയിൽ കൊണ്ടുപോകുന്ന മണ്ണ് റോഡിലേക്ക് വീണാണ് റോഡിൽ ചെളി നിറഞ്ഞിട്ടുള്ളത്. ചെളിയിൽ തന്നെ ദിനംപ്രതി നിരവധി അപകടങ്ങളാണ് നടക്കുന്നത്. ഫേസ് കനാലിലെ റിംഗ് ബണ്ട് പൊളിച്ചതിനെ തുടർന്ന് അവശേഷിക്കുന്ന മണ്ണ് ടിപ്പർ ലോറിയിൽ കൊണ്ടുപോകുമ്പോഴാണ് റോഡിൽ വീഴുന്നത്. മഴ പെയ്ത വെള്ളം കൂടിയാകുമ്പോൾ ഇത് ചെളിയായി മാറുകയും ഇരുചക്രവാഹനങ്ങൾ തെന്നി അപകടത്തിൽപ്പെടുന്നതും പതിവാവുകയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് തൃശൂരിലേക്ക് ജോലിക്ക് ഇരുചക്രവാഹനത്തിൽ പോവുകയായിരുന്ന കരുവന്തല കിഴക്ക് പൂവശ്ശേരി വീട്ടിൽ ശ്യാംജിത്ത് പാർക്കിന് മുന്നിൽ തെന്നി വീണ് കൈക്കും കാലിനും സാരമായി പരിക്കേറ്റിരുന്നു. പാർക്കിന്റെ കെയർടേക്കർ രജനിയുടെ നേതൃത്വത്തിലുള്ള ജീവനക്കാർ ചേർന്ന് ഇയാളെ ആശുപത്രിയിലെത്തിച്ചു. ഇതിനകം 1 ഡസനിലേറെ പേർക്കാണ് ചെളിയിൽ വാഹനങ്ങൾ തെന്നി റോഡിൽ വീണ് പരിക്കേറ്റിട്ടുള്ളത്. പാർക്കിന് മുന്നിൽ ചെളി നിറഞ്ഞു കിടക്കുന്നതിനാൽ പാർക്കിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിലും കുറവ് വന്നിരിക്കുകയാണ്. അധികാരികളുടെ ഭാഗത്തുനിന്ന് ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നമുക്ക് ഏനാമാവ് ബണ്ടിനോട് ചേർന്നിട്ടുള്ള വളയംകെട്ടുണ്ടായിരുന്നു. ഇവിടെ ആ വളയംകെട്ട് പൊട്ടിച്ചതിൻ്റെ മണ്ണ് അവർ തിരിച്ചു കൊണ്ടുവന്ന് ഈ പാർക്കിനോട് സമീപത്തുള്ള ആലിൻ്റെ ചോട്ടിൽ ഡംപ് ചെയ്യുകയാണ്. കുറച്ച് ദിവസമായി മഴ തുടങ്ങിയപ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട്, റോഡിൽ ഇങ്ങനെ ചെളി കൂടുന്നുണ്ട്, എന്തെങ്കിലും വൃത്തി ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ പാർക്കിലേക്ക് ഒരാൾക്ക് കടക്കാൻ പറ്റില്ല. ഇപ്പോൾ കണ്ടോ, നിങ്ങൾ വരുന്ന സമയത്ത് ഒരു കുട്ടീനെ വീണിട്ട് ആകെ ചെളിയും കയ്യും കാലും ഇതൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള സംവിധാനമാണ് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ ഇറിഗേഷനോട് പറയുമ്പോൾ ഇറിഗേഷൻ്റെ റോഡാന്ന് പറയും, പഞ്ചായത്തിനോട് പറയുമ്പോൾ പഞ്ചായത്തിൻ്റെ റോഡല്ല എന്ന് പറയും, പിന്നെ ടൂറിസത്തിൻ്റെ അല്ല റോഡ്. അപ്പോൾ ഇവർ തമ്മിൽ മത്സരിച്ച് നിന്നതുകൊണ്ട് ഇങ്ങനത്തെ ഒരു അപകടാവസ്ഥയിൽ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിന് വേണ്ട അധികൃതർ ആരാണെങ്കിലും ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ എന്തെങ്കിലും ഈ അപകടം മാറ്റാനുള്ള സംവിധാനം ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. കടപ്പുറം പഞ്ചായത്തിലെ 2ാം വാർഡിലെ റോഡുകൾ തോടാക്കിയത് മെമ്പറുടെ അനാസ്ഥയെന്നാരോപിച്ച് BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഇരട്ടപ്പുഴ സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പ്രസാദ് നഗറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമരം BJP നോർത്ത് ജില്ലാ സെക്രട്ടറി KR ബൈജു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ കാരയിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ, വൈസ് പ്രസിഡന്റ് ഗണേഷ് ശിവജി, പ്രദീപ് കൂനത്ത്, AV നാരായണൻ, AR രതീഷ്, സന്ദീപ് അമ്പലപ്പറമ്പിൽ, KK സോമൻ, ദിലീപ് അമ്പലപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ ഒപ്പുശേഖരണവും നടത്തി. തൊഴിയൂർ ഭദ്രാസന ഇടവക ദേവാലയ ശ്മശാനത്തിന് സമീപം റോഡരികിൽ നിന്നിരുന്ന മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. പുലർച്ചെയാണ് ശക്തമായ കാറ്റിലും മഴയിലും മരക്കൊമ്പ് വീണത്. ഇതുമൂലം അഞ്ഞൂർ കോട്ടപ്പടി റോഡ് ഗതാഗതം ഭാഗികമായി സ്തംഭിച്ചു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റിയതിനു ശേഷമാണ് ഗതാഗതം പുനരാരംഭിച്ചത്. ഞായറാഴ്ചയായതിനാൽ റോഡിൽ തിരക്കുണ്ടായിരുന്നില്ല. ഇത് വലിയ അപകടം ഒഴിവാക്കി. വൈദ്യുതി ലൈനിന് മുകളിലേക്ക് വീണ മരക്കൊമ്പ് മുറിച്ചു മാറ്റാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ.
കൊരട്ടിക്കരയിൽ ബൈക്കിന് പുറകിൽ കാറിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരായ ചാലിശ്ശേരി വരമംഗലത്ത് വീട്ടിൽ 31 വയസ്സുള്ള സുനീർ, 27 വയസ്സുള്ള ലുലു മർസാന, 9 വയസ്സുള്ള ഫാത്തിമ അഫ്രീൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ നാട്ടുകാർ പെരുമ്പിലാവിലെ അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ശനിയാഴ്ച രാത്രി 10 മണിയോടെ കൊരട്ടിക്കര കിങ്സ് പാർക്ക് ഓഡിറ്റോറിയത്തിന് സമീപമായിരുന്നു അപകടം. കടവല്ലൂർ ഭാഗത്തേക്ക് പോയിരുന്ന ബൈക്ക് പെട്ടെന്ന് വലത്തോട്ട് തിരിക്കുന്നതിനിടയിൽ പുറകിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഉയർന്ന മാനവികത ഉയർത്തിപ്പിടിച്ച് സമൂഹത്തിലെ പീഡിതന്റെ ശബ്ദമാകുമ്പോഴാണ് എഴുത്തുകാരൻ ഉത്തരവാദിത്തം നിറവേറ്റുന്നതെന്ന് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് അഭിപ്രായപ്പെട്ടു. KPCC സംസ്കാര സാഹിതി കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി ഇന്ദിരാഭവനിൽ സംഘടിപ്പിച്ച ചേറപ്പായി കഥകൾ കുന്നംകുളത്തിന്റെ പുനർവായന സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എഴുത്തുകാരൻ എന്ന പ്രതിപക്ഷത്താണ് നിൽക്കേണ്ടതെന്നും റഫീഖ് അഹമ്മദ് കൂട്ടിച്ചേർത്തു. സാഹിതി അംഗത്വ വിതരണം UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം ചെയർമാൻ സാംസൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, സംസ്കാര സാഹിതി ജില്ലാ ചെയർമാൻ ഗിന്നസ് സത്താർ ആദൂർ എന്നിവർ മുഖ്യാതിഥികളായി. ഡോക്ടർ ഷാജു നെല്ലുവായി മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറിമാരായ KC ബാബു, VK രഘുസ്വാമി, ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, PI തോമസ്, KR രാധിക എന്നിവർ സംസാരിച്ചു. തീർച്ചയായിട്ടും അങ്ങേറ്റം അഭിനന്ദനീയമായിട്ടുള്ള ഒരു കാര്യമാണ് സംസ്കാരിക സാഹിതി ഇവിടെ ചെയ്യുന്നത്. അതുമായി തന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം നമ്മുടെ കുന്നംകുളത്തിന് വലിയ സാംസ്കാരിക പാരമ്പര്യവും പൈതൃകവും ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ പുറമെ യഥാർത്ഥത്തിൽ കുന്നംകുളം ആ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഒരു വലിയ ചരിത്ര പ്രാധാന്യമുള്ള വ്യാപാര കേന്ദ്രങ്ങളുടെ രീതിയിലാണ് പണ്ട് മുതലേ നടക്കുന്നത്. അതേസമയം തന്നെ കുന്നംകുളത്തിന് ഈ കൈക്കുളങ്ങര രാമവാരിയിലും വള്ളത്തോൾ. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാ വിംഗ് 15ാമത് വാർഷിക പൊതുയോഗം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. വനിതാ വിംഗ് പ്രസിഡന്റ് ജയ്മോൾ ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേംബർ ഹാളിലായിരുന്നു യോഗം. ജില്ലാ സെക്രട്ടറിയും കുന്നംകുളം ട്രഷററുമായ MK പോൾസൺ മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ വിംഗ് സെക്രട്ടറി ജിനി ജയ്മോൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ ജെൻസി ജാക്സൺ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. വനിതാ വിംഗ് കോർഡിനേറ്റർ PI ജോസ് സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരണമടഞ്ഞവർക്കു വേണ്ടി മൗന പ്രാർത്ഥന നടത്തി. KM അബൂബക്കർ, രാജു B ചുങ്കത്ത്, ജിനീഷ് തെക്കേക്കര, സിൻഡോ ജോയ്, PI നിക്സൺ എന്നിവർ സംസാരിച്ചു. 60 വയസ്സ് തികഞ്ഞ വനിതാ വിംഗ് മെമ്പർമാരെ ആദരിച്ചു. 2025-26 വർഷത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തി. പ്രസിഡന്റായി ശ്രീജിഷ ദാസ്, സെക്രട്ടറി ഷിനിമോൾ ജോജു, ട്രഷറർ ജിനി ജയ്മോൻ, വൈസ് പ്രസിഡന്റ് ജയ്മോൾ ബാബു, ജോയിന്റ് സെക്രട്ടറി രാജി പ്രിൻസ് എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. ഉച്ചഭക്ഷണത്തോടുകൂടി യോഗം അവസാനിച്ചു. SSLC, +2, ഡിഗ്രി, മറ്റ് കലാകായിക മത്സരങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസന ബാലസമാജം കലാമേളയിൽ ഓട്ടുപാറ സെന്റ് ജോർജ് ഇടവക യൂണിറ്റ് ഓവറോൾ ചാമ്പ്യന്മാരായി. മേലേപ്പാറ സെന്റ് ജോർജ് ഇടവകയും പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലും 2ാം സ്ഥാനവും കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് ഇടവക 3ാം സ്ഥാനവും നേടി. കുന്നംകുളം ബദനി സെന്റ് ജോൺ സ്കൂളിൽ നടന്ന കലാമേള ബദനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഉദ്ഘാടനം ചെയ്തു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ വികാരി ഫാദർ VM സാമുവൽ അധ്യക്ഷത വഹിച്ചു. മത്സരങ്ങളിൽ ഭദ്രാസനത്തിലെ വിവിധ ഇടവകയിലെ നിരവധി കുട്ടികൾ മാറ്റുരച്ചു. സമാപന സമ്മേളനം കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസന വൈദിക സംഘം സെക്രട്ടറി ഫാദർ ജോൺ ഐസക് സംസാരിച്ചു. ഫാദർ ജോൺ ഉറുമ്പിൽ കോറപ്പിസ്കോപ്പ, ഫാദർ മാത്യൂസ് K ബർസൌമ, ഫാദർ ലൂക്ക് ബാബു, ഫാദർ സജി കുളങ്ങാട്ടിൽ, ഫാദർ KP ഗീവർഗീസ്, ഫാദർ ആന്റണി പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ബാലസമാജം എക്സിക്യൂട്ടീവ് കമ്മിറ്റി നേതൃത്വം നൽകി. ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. തിരുനാൾ കുർബാനയ്ക്ക് അത്താണി ടീം ഹാൻഡ്സ് ഡയറക്ടർ ഫാദർ ജോബി കടപ്പൂരാൻ മുഖ്യകാർമ്മികനായി. ജൂബിലി മിഷൻ ആശുപത്രിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ തോമസ് പൂപ്പാടി സന്ദേശം നൽകി. തുടർന്ന് സെന്റ് ആന്റണീസ് കപ്പേളയിലേക്ക് ഫാദർ ഡെന്നീസ് മാറോക്കിയുടെ കാർമ്മികത്വത്തിൽ പ്രദക്ഷിണവുമുണ്ടായിരുന്നു. നേർച്ചഭക്ഷണ ആശീർവാദത്തിനുശേഷം നടത്തിയ ഊട്ടിലും തിരുകർമ്മങ്ങളിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ CV ജോസഫ്, പള്ളി ട്രസ്റ്റിമാരായ KT സൈമൺ, EJ ബെന്നി, PJ ഡേവിഡ്, കേന്ദ്ര കമ്മിറ്റി കൺവീനർ KJ ജിജോ, തിരുനാൾ കമ്മിറ്റി കൺവീനർമാരായ CV ജേക്കബ്, MK ബെന്നി, MG ഷെറി, MR ഷെജി എന്നിവരും കേന്ദ്രസമിതി പ്രവർത്തകരും മാതൃവേദി പ്രവർത്തകരും നേതൃത്വം നൽകി. കുടുംബകൂട്ടായ്മ കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാളിനോടനുബന്ധിച്ച് പതാക ദിനവും ഇതോടൊപ്പം ആചരിച്ചു.
വികാരി ഫാദർ ഡെന്നീസ് മാറോക്കി പതാക ഉയർത്തി. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളി കുടുംബ കൂട്ടായ്മ പതാക ദിനം ആചരിച്ചു. ഞായറാഴ്ച രാവിലെ 7:30 ദിവ്യബലിയെ തുടർന്ന് ഫൊറോന പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ പതാക ഉയർത്തി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി പ്രസിഡന്റ് EJ ജോഫി, ട്രസ്റ്റിമാരായ CK ജോയ്, ജോൺസൺ കാക്കശ്ശേരി, PS സ്റ്റീഫൻ, ജോൺസൺ C തോമസ് എന്നിവർ സംസാരിച്ചു. കേന്ദ്രസമിതി ഭാരവാഹികൾ ദിനാചരണത്തിന് നേതൃത്വം നൽകി. തുടർന്ന് മധുരപലഹാര വിതരണവും ഉണ്ടായി. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷന്റെ തൃശൂർ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി കുന്നംകുളം താലൂക്കിന്റെ 4ാം വാർഷിക സമ്മേളനം ചേർന്നു. ലിവ ടവറിൽ നടന്ന യോഗം സംഘടനാ ജില്ലാ പ്രസിഡന്റ് PV ഷാജി ഉദ്ഘാടനം ചെയ്തു. സംഘടന കുന്നംകുളം താലൂക്ക് പ്രസിഡന്റ് CP ജോസ് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി CK ഷോബി റിപ്പോർട്ടും ട്രഷറർ എഡ്വി ജോസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷാജു പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി PK രാജേശ്വരൻ, ജില്ലാ സെക്രട്ടറി ഫ്രാങ്കോ മാളിയേക്കൽ, ട്രഷറർ രവീന്ദ്രൻ കിയാത്ത്, ചാവക്കാട് താലൂക്ക് പ്രസിഡന്റ് മനോജ് തച്ചപ്പള്ളി, തലപ്പിള്ളി താലൂക്ക് പ്രസിഡന്റ് ഹരിഹരൻ പള്ളത്ത് തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിന് സംഘടനയുടെ കുന്നംകുളം താലൂക്ക് വൈസ് പ്രസിഡന്റ് PS രാജൻ സ്വാഗതവും രക്ഷാധികാരി NA രാജൻ നന്ദിയും പറഞ്ഞു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജന കലോത്സവം മറ്റം കരിസ്മ പാലസിൽ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയന്റെ അധ്യക്ഷതയിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ചാരി ശിവൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷക്കീല ഷമീർ, NA ബാലചന്ദ്രൻ, നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്തയുടെ നേതൃത്വത്തിൽ ആരോഗ്യ പരിശോധനാ സംവിധാനങ്ങൾ സജ്ജീകരിച്ചു. 78 തവണ രക്തം ദാനം ചെയ്ത മേജർ PJ സ്റ്റൈജു മാസ്റ്ററെ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും കലാപരിപാടികളും കരോക്കെ ഗാനമേളയും ഉണ്ടായി. എരുമപ്പെട്ടി മങ്ങാട് കോട്ടപ്പുറത്ത് കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. 3 കോഴികളെ വിഴുങ്ങുകയും 5 കോഴികളെ കൊല്ലുകയും ചെയ്ത മലമ്പാമ്പിനെയാണ് പിടികൂടിയത്. കോട്ടപ്പുറം പടിഞ്ഞാക്കര വീട്ടിൽ പ്രശാന്തിന്റെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടിച്ചത്. രാവിലെ പ്രശാന്തിന്റെ മാതാവ് കോഴിക്കൂട് തുറക്കാനെത്തിയപ്പോഴാണ് മലമ്പാമ്പിനെ കണ്ടത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ പഴവൂർ സ്വദേശി അഷ്റഫാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. ഏകദേശം 10 അടിയോളം വലിപ്പമുള്ള പാമ്പിനെ പിന്നീട് വനത്തിൽ തുറന്നുവിട്ടു. പുനേർകുളം ചമ്മന്നൂർ നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഇസ്ലാമിക് എക്സിബിഷൻ വേറിട്ട അനുഭവമായി. മദ്രസയിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള ഇസ്ലാമിക് എക്സിബിഷൻ ഞായറാഴ്ച രാവിലെ 8:30 ചമ്മന്നൂർ മഹല്ല് പ്രസിഡന്റ് അറക്കൽ അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. മഹല്ല് ഖത്തീബ് അലി ദാരിമി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മദ്രസ പ്രധാനാധ്യാപകൻ അബ്ദുൾ റഹ്മാൻ ഇഷാമി ഇസ്ലാമിക് എക്സിബിഷനിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയ സ്റ്റാളുകൾക്കും മറ്റും നേതൃത്വം നൽകി. ഹജ്ജ് കർമ്മം, ജനാസ പരിപാലനം, സംസ്കരണം, സക്കാത്ത് വിതരണം, തയമ്മം തുടങ്ങിയവയും കുട്ടികളുടെ സർഗവാസനകളും എക്സിബിഷൻ സ്റ്റാളിൽ ഒരുക്കിയിരുന്നു. ഇവ കുരുന്നുകൾ രക്ഷിതാക്കൾക്കും കാണിച്ചു വിവരിച്ചു നൽകി. മഹല്ല് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വലിയ വളപ്പിൽ ഷഫീഖ്, ട്രഷറർ കോട്ടത്തയിൽ കുഞ്ഞി മുഹമ്മദ്, വൈസ് പ്രസിഡന്റ് പെഴുംതറയിൽ റസാഖ്, ജോയിന്റ് സെക്രട്ടറി തറയിൽ അലി, മുൻ ട്രഷറർ PC മുഹമ്മദുണ്ണി, കമ്മിറ്റി മെമ്പർമാർ, ഉസ്താദുമാരായ ഫൈസൽ സഖാഫി, സമദ്, സയ്യിദ് മുഹമ്മദ്, ഫാറൂഖ് സൈദി, ഇസ്മായിൽ സുഹരി എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, മഹല്ല് നിവാസികൾ എന്നിവർ എക്സിബിഷൻ സന്ദർശിച്ചു. 2025-26 വിദ്യാഭ്യാസ വർഷത്തെ പെരുമ്പിലാവ് അൻസാർ സ്പ്രൗട്ട്സിലെ സീനിയർ KG വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വൈസ് പ്രിൻസിപ്പൽ ഷൈനി ഹംസയും ജൂനിയർ KG വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം സ്കൂൾ പ്രിൻസിപ്പൽ ഫിറോസും ഉദ്ഘാടനം ചെയ്തു. അൻസാർ സ്പ്രൗട്ട്സ് ജൂനിയർ പ്രിൻസിപ്പൽ ബബിത ഉണ്ണികൃഷ്ണൻ നേതൃത്വം നൽകി. വാദ്യമേളം, കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ വിന്യാസം എന്നിവ ആകർഷകമായി. കേരള കർഷക സംഘം കടവല്ലൂർ സൗത്ത് മേഖലാ സമ്മേളനം നടത്തി. തിപ്പലശ്ശേരി EMS കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിൽ സൗത്ത് മേഖലാ പ്രസിഡന്റ് KA അസീസ് പതാക ഉയർത്തി. തുടർന്ന് ഉണ്ണിയേട്ടൻ നഗറിൽ നടന്ന സമ്മേളനം കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M ബാലാജി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് KA അസീസ് അധ്യക്ഷത വഹിച്ചു. മേഖലാ കമ്മിറ്റി അംഗം ശ്രീജിത്ത് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കർഷക സംഘം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പത്മം വേണുഗോപാൽ, KB ജയൻ, KK സതീശൻ, CPM നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മുതിർന്ന കർഷകരെയും സംഘാംഗങ്ങളുടെ മക്കളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും മൊമന്റോ നൽകി ആദരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി തെങ്ങിൻ തൈകളും പച്ചക്കറി വിത്തുകളുടെ വിതരണവും ഉണ്ടായിരുന്നു.
3 ദിവസം നീണ്ടു നിൽക്കുന്ന SSF എരുമപ്പെട്ടി സെക്ടർ സാഹിത്യോത്സവത്തിന് പഴവൂർ നജ്മുൽ ഹുദ മദ്രസയിൽ അരങ്ങുണർന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പഴവൂർ മഹല്ല് സെക്രട്ടറി PY അബൂസലി, അധ്യാപകനായ കണ്ണൻ നെല്ലുവായ്, എരുമപ്പെട്ടി പ്രസ് ക്ലബ് അംഗം ഇബ്രാഹിം പഴവൂർ, അൽത്താഫ് അദനി എരുമപ്പെട്ടി, നിയാസ് അദനി പഴവൂർ, ഹസൻ അദനി, അജിസൽ ഹാദി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആദരിച്ചു. വിശദാംശങ്ങളിലേക്ക്. ഡിവൈഎഫ്ഐ മാവിൻചുവട് യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും വിദ്യാർത്ഥികളെ ആദരിക്കലും സംഘടിപ്പിച്ചു. മാവിൻചുവട് കോൺഫിഡൻസ് അക്കാദമിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് താര ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗ്രീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. EFT പ്രാക്ടീഷണറും കൗൺസിലറുമായ റസിയ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കവിതാ പ്രകാശൻ, കുന്നച്ചാംവീട്ടിൽ മുഹമ്മദ് കുട്ടി, CPM ലോക്കൽ കമ്മിറ്റി മെമ്പർ KS സുജീഷ്, പാർട്ടി അംഗങ്ങളായ CP സുനീർ, ഷെരീഫ് തളികശ്ശേരി, പ്രകാശൻ, മണികണ്ഠൻ, ഹസീന സുനീർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന കളരി ചാമ്പ്യൻഷിപ്പിൽ വടിപ്പയറ്റ് മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ ദയാനന്ദ K പ്രകാശിനെ വേദിയിൽ ഉപഹാരം നൽകി ആദരിച്ചു. കാട്ടുകാമ്പാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആദരവ് 2025 ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ജയശങ്കർ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അദിയാരത്ത് സ്വാഗതം പറഞ്ഞു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സദാനന്ദൻ മാസ്റ്റർ, ഭരണസമിതി അംഗങ്ങളായ TK പ്രഹ്ലാദൻ, ഫ്രിജിൻ എഫ്രി തോലത്ത്, KA അസീസ്, ലക്ഷ്മി പനോക്കിൽ, സന്ധ്യ ഷിബു, ബാങ്ക് സെക്രട്ടറി MS മണികണ്ഠൻ, മുൻ ബാങ്ക് പ്രസിഡന്റ് ബിജോയ് B തോലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. KC ലളിത, നവീൻ ബെന്നി, ദിവ്യ ജയശങ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബാങ്കിന്റെ പരിധിയിലെ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥി പ്രതിഭകളെയും മറ്റ് മേഖലകളിലെ പ്രതിഭകളെയുമാണ് ചടങ്ങിൽ ആദരിച്ചത്. നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പട്ടിക്കര സ്വദേശിനി ഉമ്മു കുൽസുവിനെ CPIM പട്ടിക്കര ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. മുരളി പെരുന്നെല്ലി MLA ഉമ്മു കുൽസുവിന്റെ വസതിയിലെത്തി പൊന്നാടയണിയിച്ച് അനുമോദിച്ചു. CPIM കേച്ചേരി ലോക്കൽ സെക്രട്ടറി സെബാസ്റ്റ്യൻ മാസ്റ്റർ, പട്ടിക്കര ബ്രാഞ്ച് സെക്രട്ടറി ഫഹദ് മുസ്തഫ, ബ്രാഞ്ച് അംഗങ്ങളായ സുഗതൻ, ഷൈജു, നൌഷാദ്, അഷ്കർ, ധർമ്മരാജൻ, മജീദ്, സുധാകരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തമ്പുരാൻപടി യുവജന സമാജം ഗ്രന്ഥശാലയുടെ വാർഷിക പൊതുയോഗവും SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്കുള്ള ആദരവും നടന്നു. വായനശാല ഹാളിൽ നടന്ന വാർഷിക പൊതുയോഗം ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം TB ശാലിനി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് M കേശവൻ അധ്യക്ഷനായി. ഗുരുവായൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A സായിനാഥൻ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ സുധൻ, ലത്തീഫ് മമ്യൂർ എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി ഗോപി കൃഷ്ണ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. വായനശാല ജോയിന്റ് സെക്രട്ടറി T ഗീത സ്വാഗതവും വൈസ് പ്രസിഡന്റ് MB സുനിൽ നന്ദിയും പറഞ്ഞു. പഴഞ്ഞി MD കോളേജിലെ NCC SD യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക രക്തദാതാക്കളുടെ ദിനത്തിന്റെ ഭാഗമായി രാമവർമ്മപുരം IMA ആശുപത്രിയിൽ രക്തദാന ക്യാമ്പ് നടത്തി. സീനിയർ അണ്ടർ ഓഫീസർ KA മുഹമ്മദ് അൻസലിന്റെ നേതൃത്വത്തിൽ കേഡറ്റുകൾ രക്തം ദാനം ചെയ്തു. അസോസിയേറ്റ് NCC ഓഫീസർ ലഫ്റ്റനന്റ് ഡോക്ടർ CC ബെൻസൺ, ഡോക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനേർകുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ 2ാമത് മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രന് വ്യവസായ മന്ത്രി P രാജീവ് സമ്മാനിച്ചു. എല്ലാ കാലത്തും നിലനിൽക്കുന്നവരാണ് സാഹിത്യകാരന്മാരെന്ന് മന്ത്രി P രാജീവ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. മഴയിലും കാറ്റിലും നാശനഷ്ടങ്ങൾ. പുനേർകുളം പരൂരിൽ ഓട് വീട് തകർന്നു വീണു. ഏനാമാക്കൽ നെഹ്റു പാർക്കിന് മുന്നിലെ റോഡ് ചെളിക്കുളമായി. തൊഴിയൂർ ഭദ്രാസന ഇടവക ദേവാലയ ശ്മശാനത്തിന് സമീപം റോഡരികിൽ നിന്നിരുന്ന മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. കടപ്പുറം പഞ്ചായത്തിലെ 2ാം വാർഡിൽ റോഡുകൾ തോടാക്കിയത് മെമ്പറുടെ അനാസ്ഥയെന്ന് ആരോപിച്ച് BJP പ്രതിഷേധം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.